ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേന്ദ്രൻ. ഞാനിന്നിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു നാടൻ പലഹാരം, അലമാരയിൽ അലങ്കരിക്കുന്ന ഒരു പലഹാരം. നമ്മുടെ നാടൻ ചായക്കടകളിലെ വെട്ട് കേക്ക്. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഈ എടുത്തു വെച്ചിരിക്കുന്നത്. മൈദ നമുക്ക് ഒരു അര കിലോ എന്ന് പറയുമ്പോൾ ഏകദേശം 4 കപ്പ് മൈദ വരും. 1 ടേബിൾ സ്പൂൺ നെയ്യ് വേണം, 1 ടേബിൾ സ്പൂൺ തൈര് വേണം, 2 മുട്ട, 1 കപ്പ് പഞ്ചസാര. മധുരം കുറച്ച് മതി എന്നുള്ളവർ കുറച്ചുകൂടെ കുറച്ചെടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ്, ഏലക്കാപ്പൊടി. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് വേണ്ടത്. വറുക്കാനുള്ള എണ്ണ. ഈ പഞ്ചസാര നമ്മളൊന്ന് പൊടിച്ചെടുക്കണം, ഈ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത്. അത് കഴിഞ്ഞ് മുട്ട നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിൽ പാലിൻ്റെ അളവ് എന്തുമാത്രം വേണ്ടി വന്നു എന്ന് നമുക്ക് അവസാനം പറയാനേ പറ്റും. എന്തായാലും 1 കപ്പ് പാല് വേണ്ടി വരും. അപ്പോൾ ഈ മുട്ടയും കൂടെയൊക്കെ ഒഴിച്ച് പിന്നെ പാലൊഴിച്ചാണ് ബാക്കി കാര്യങ്ങൾ കലക്കുന്നത്. അപ്പോൾ അതിൻ്റെ പരുവത്തിന് വരത്തക്ക രീതിയിൽ നമ്മൾ പാലൊഴിക്കേണ്ടി വരും. പഞ്ചസാരയും ഈ ഏലക്കപ്പൊടിയും കൂടെ ഒന്ന്, പഞ്ചസാര പൊടിച്ചെടുത്തിട്ട് നമുക്ക് ഈ മൈദയിലോട്ട് ആഡ് ചെയ്യാം. പഞ്ചസാരയും ഏലക്കപ്പൊടി. ഇനി 1/4 ടീസ്പൂൺ ഉപ്പ്, നെയ്യ് 1 ടേബിൾ, തൈര് 1 ടേബിൾ സ്പൂൺ തൈര്, 2 മുട്ട നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്, നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് കുഴക്കുക. ഇനി ഇതിലേക്ക് ആ മുട്ട മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇത് കഴിഞ്ഞ് നമ്മൾ കുറേശ്ശെ പാലൊഴിച്ച്, നമ്മൾ 1 കപ്പ് പാലെടുത്തിരിക്കുക, അത് കുറേശ്ശെ ഒഴിച്ചൊഴിച്ച് പിന്നെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടി വന്നത് 1/4 കപ്പ് പാലാണ്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ അതിൻ്റെ അകത്ത് ഇട്ട 1/4 കപ്പ് പാല്, 2 മുട്ട, 4 കപ്പ് മൈദ. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അപ്പോൾ തൈര് ഒഴിച്ചിരിക്കുന്ന കാരണം ഒരു 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ റെസ്റ്റ് ചെയ്യേണ്ടി വരും. നമ്മളതൊരു അകത്ത് എണ്ണ തടകിയ ഒരു പാത്രത്തിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുക. മൂടി വെക്കുക. നമുക്കിതിൻ്റെ അകത്ത് ഇച്ചിരി കൂടെ കളർഫുള്ളാക്കാനായിട്ട് ഫുഡ് കളർ ചേർക്കാം, അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാനിപ്പോൾ ഇത് നമ്മൾ വീട്ടിലെ ആവശ്യത്തിനായതുകൊണ്ട് ഇതൊന്നും ചേർത്തിട്ടില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാന പോയിൻ്റ് എന്ന് പറയുന്നത് ഇത് മൊത്തം വേകാനുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് പോണ്ടൊക്കെ ആണെങ്കിൽ അതിൻ്റെ അകത്ത് വെക്കുന്ന ഫില്ലിങ്സ് എല്ലാം ആൾറെഡി വെന്തതാണ്. അപ്പോൾ ഇത് മൊത്തം വേകാനുള്ളതായതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് വേവിക്കണം, ടൈം എടുത്ത് വേവിക്കണം, അല്ലെങ്കിൽ പുറവ് ഭാഗം നല്ല ബ്രൗൺ കളറാകും, അകം ഭാഗം വേഗത്തില്ല. നമ്മളിത് ചെറിയ കഷ്ണങ്ങളായിട്ട് എടുത്തിട്ട് ഇതുപോലെ വെട്ടിയിടണം. ഇനി വെട്ടിയിടാതെയും നമുക്കുണ്ടാക്കാം, എങ്കിലും നമ്മൾ വെട്ട് കേൾക്കുന്നാണല്ലോ പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതിൽ കൂടുതൽ വലുതാക്കരുത്. എന്ന് പറഞ്ഞാൽ ഇത് എണ്ണയിൽ കിടന്നങ്ങ് വലുതാകും. നമ്മളിങ്ങനെ ചെറിയ ഉണ്ടകളുണ്ടാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുക. നമ്മൾ ഈ പാത്രത്തിൽ ഇച്ചിരി ആദ്യം ഇച്ചിരി നെയ്യ് പുരട്ടിയിട്ടാണ് ഇങ്ങനെ, അന്നേരം പെട്ടെന്ന് അതിൽ നിന്ന് എടുക്കാൻ പറ്റും. നമ്മൾ സിമ്മിലിടണം, ഹൈ ഫ്ലെയിമിലിടരുത്. ഹൈ ഫ്ലെയിമിലിട്ടാൽ പുറം ഭാഗം നല്ല ബ്രൗൺ കളറാകും, പക്ഷേ അകം ഭാഗം വേഗത്തില്ല. ഇടയ്ക്കൊന്ന് ഇതൊക്കെ ഒന്ന് മറിച്ചും തിരിച്ചും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. നമ്മൾ ഈ കളറാകുമ്പോൾ ഇത് കോരാം. ഈ കളർ നമുക്കിപ്പോൾ കോരാവുന്ന കളറായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ കോരാവുന്ന കളർ. ഇനി അടുത്ത നമ്മുടെ ഒരുമാതിരി കോരാവുന്ന കളറായിട്ട് വരുന്നു. ഇനി അടുത്ത സെക്ഷൻ ഇടുക. ഇതൊക്കെ ഒന്ന് തിരിച്ച് ഒന്ന് മറിച്ചൊക്കെ ഇടണം. കോരാറായി. നമുക്ക് ഈ വെട്ടൊന്നും ഇല്ലാതെ
ഇങ്ങനെ വേണേലും ഇടാം. ഇതിപ്പോൾ നമ്മുടെ വെട്ടില്ലാത്ത വെട്ട് കേൾക്കാം, അതിന് വെട്ടില്ല. ബാക്കി നമുക്ക് പഴയതുപോലെ തന്നെ ചെയ്യാം. ഞാനിതിൻ്റെ ഇടയ്ക്കൊരു പരീക്ഷണം നടത്തി എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ വെട്ട് കേക്ക് റെഡിയായി. അപ്പോൾ ഈ റെസിപ്പി അനുസരിച്ച് നമ്മളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.